ലാലേട്ടനും ബിഗ് ബോസും അല്ല, ഇനി ആര് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പണപ്പെട്ടി എടുത്തിരിക്കും എന്നാണ് നെവിൻ പറയുന്നത്. എനിക്ക് തരുന്നെങ്കിൽ തന്നോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, പക്ഷെ ഞാൻ പണപ്പെട്ടി എടുത്തിരിക്കും. പണത്തിന് എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു. ഒരു 10 ലക്ഷം രൂപയൊക്കെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പണപ്പെട്ടി എൻ്റെ അടുത്ത് ഇപ്പോൾ എടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രയും വലിയ തെറ്റ് ഞാൻ അവിടെ ചെയ്തോ? ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്തോ അവിടുത്തെ തെറ്റുകൾ? ഞാൻ എന്തായാലും പണപ്പെട്ടി എടുക്കും എന്ന് നെവിൻ പറഞ്ഞിരിക്കുകയാണ്. നൂറ ക്യാപ്റ്റനായി വീടിനെ 3 ഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് 2 ആഴ്ച ഉള്ളൂ എന്നുള്ള ലെവലില്. ഇവരെല്ലാവരും പണപ്പെട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അതിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം പൈസ മോർണിംഗ് സോങ് കേട്ടുടനെ തന്നെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് പണപ്പെട്ടി വരികയാണ് എന്നുള്ള കാര്യം. മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടീമുകളെല്ലാം തിരിച്ചുകൊണ്ട് ആദിലയും അനുമോളും നൂറ എല്ലാം കൂടി ഇന്ന് അടിപൊളി സാരിയൊക്കെ അണിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. കോമഡി ഇനിയിപ്പോൾ ഈ ഒരാഴ്ച വലിയ കണ്ടന്റ് ഒന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. എന്തായാലും ലൈവിൽ എന്തൊക്കെ വിശേഷങ്ങളാണ് നടക്കുന്നത്? നെവിന് കൊടുത്ത ശിക്ഷ കഠിനമായി പോയോ? അതിനെക്കുറിച്ചും പറയാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. ലൈക്ക്, ഷെയർ, കമന്റ്. പിന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ, ഹൈപ്പ് ചെയ്യണം. അപ്പോൾ ഈ പറയുന്ന പോലെ മോർണിംഗ് സോങ് കഴിഞ്ഞ് കുറേ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നെവിനും അക്ബറും കൂടി സംസാരിക്കുന്നുണ്ട്. നെവിൻ പറയാണ്, പണം ഞാൻ എടുക്കും, പണപ്പെട്ടി ഞാൻ എടുക്കും. ഇത്രയും വലിയ ശിക്ഷ എനിക്ക് എന്തിനാണ് തന്നത്? എനിക്ക് ഞാനാണോ അത്രയും വലിയ തെറ്റ് ചെയ്ത ആളാണോ ഞാൻ ഇത്രയും വലിയ ശിക്ഷ എനിക്ക് തരാനായിട്ട്? അപ്പൊ അക്ബർ പറയാനെടാ, അത് അങ്ങനെയൊക്കെ നീ ചോദിച്ചു കഴിഞ്ഞാൽ പണപ്പെട്ടി ഈ ആഴ്ചയാണോ വരുന്നത്, അതോ ഇനി അടുത്ത ആഴ്ച ആയിരിക്കോ? അത് ഈ ആഴ്ച തന്നെയാണ്. പണപ്പെട്ടിന്റെ പാട്ട് കേട്ടില്ലേ? അല്ല, ഇനിയിപ്പം ലാസ്റ്റ് വീക്ക് അല്ലേ വരുന്നേ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനി അഹിംസയുടെ പാദമാണ്. അഹിംസയോ? അതെന്താ അഹിംസയുടെ പാതയെന്ന് വെച്ചാൽ? നെവിൻ പറയാണ്, അത് ഞാൻ ഇനി എന്നെ ഒരു കരണത്ത് ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ മറു കരണവും കൂടി കാണിച്ചു കൊടുക്കും. എന്നാൽ ഒരു 10 ലക്ഷം രൂപയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എനിക്കത് വലിയ കാര്യമായിരുന്നു എന്ന് നെവിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ലെവലിലാണ് സംസാരം വരുന്നത്. ഇന്നലെയും ഈ 10 ലക്ഷത്തിന്റെ കേസ് ജയിലിൽ കിടന്നപ്പോൾ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മയിൽ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിനോട് ഈ കാണിച്ചത് ക്രൂരതയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സീസണിൽ പോയിട്ടുള്ളവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഭയങ്കരമായ പേയ്മെന്റ് ഒന്നും തന്നെ ഈ സീസണുകളിൽ ഇല്ല. സ്വന്തമായിട്ട് വീട് വെച്ചപ്പോഴത്തേക്കും ബിഗ് ബോസ് ആകെ മൊത്തം കുത്തുവാള എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ രീതിയിലുള്ള പേയ്മെന്റുകളൊന്നും ആർക്കും ഇല്ലെന്നാണ് അറിയാനായിട്ട് പറ്റിയത്. എനിക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം, പക്ഷെ ഞാനത് പറയുന്നില്ല. അതൊരിക്കലും ശരിയല്ല. ഒരാളുടെ പേയ്മെന്റ് വന്ന് ഇത്ര രൂപയാണെന്ന് പറയുന്നത് ശരിയല്ല. അപ്പം ഈ പറഞ്ഞ പോലെ നെവിൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ പണപ്പെട്ടി എടുക്കരുത് എന്ന് നെവിൻ്റെ അടുത്ത് പറഞ്ഞത് നെവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നഷ്ടമാണ്. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ മക്കളെ. അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങൾ എനിക്ക് അറിയാം, ഞാനത് പറയൂല. കാരണം ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊന്ന് സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ല. അപ്പം നെവിന് ആ പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസ് നിഷേധിക്കപ്പെട്ടത് നെവിന് കൊടുത്ത ശിക്ഷയായിരിക്കാം. പക്ഷേ അത് കടന്നുപോയ ഒരു സാധനമായി പോയി. കാരണം ഈ സീസണിൽ ആർക്കും അങ്ങനെ വലിയ ഭയങ്കരമായ പേയ്മെന്റുകളും കാര്യങ്ങളൊന്നും ഇല്ല. കേട്ട റിപ്പോർട്ടുകളെല്ലാം വെച്ച് ഭയങ്കരമായ കേട്ടറിവുകൾ വെച്ച് അങ്ങനെ വലിയ രീതിയിലുള്ള പേയ്മെന്റുകളൊന്നും ആർക്കും ഇല്ല. ഓക്കെ, അപ്പോ ഈ പറയുന്നത് പോലെ അതെനിക്കൊരു ചതിയായിട്ട് തോന്നി. എന്തോ ആവട്ടെ, ഇനിയിപ്പോൾ അത് വിടാം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ദെൻ മോർണിംഗ് ആക്ടിവിറ്റി അവർക്ക് കൊടുക്കുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മോർണിംഗ് ആക്ടിവിറ്റി ഏതാണെന്ന് പറയുക എന്നതാണ്. അപ്പം അനുമോള് പറയുന്നു, അല്ല അനീഷ് പറയുന്നു, ഇവിടെ ഫേവറേറ്റ് സീൻ പറയാൻ പറഞ്ഞ സാധനമാണ് എൻ്റെ ഫേവറേറ്റ് മോർണിംഗ് ആക്ടിവിറ്റി. ഷാനവാസ് പറയുന്നു സാബുമാനെ ചേഞ്ച് ആക്കാൻ വേണ്ടി 15 മിനിറ്റ് ചിരിപ്പിക്കാനുള്ള സാധനം കൊടുത്തതാണ്. അനുമോള് പറയുന്നു നെവിൻ്റെ സൂംബയാണ്. നെവിൻ ഞെട്ടുന്നു, അനുമോക്ക് എൻ്റെ സൂംബയോ? സൂംബ തന്നെയാണ് എനിക്കും എന്ന് നെവിൻ പറയുന്നു. ആദിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെയാണ് ആദ്യം വിളിക്കുക എന്നുള്ള സാധനമാണ്. അക്ബറിന് സൂംബ, അതുപോലെ തന്നെ നമ്മൾ വിന്നറായി കഴിഞ്ഞാലുള്ള ഇന്റർവ്യൂ ആണ്. ദെൻ നൂറയ്ക്ക് സൂംബ തന്നെയാണ്. സാബുമാന് കൊടുത്ത ആക്ടിവിറ്റി തന്നെയാണ്. അടുത്ത് ക്യാപ്റ്റൻ നൂറയുടെ അധികാരം ഏറ്റെടുക്കൽ ചടങ്ങാണ്. അതിനുശേഷം കിച്ചൺ ടീമിലേക്ക് അനുമോള്, ആദില, സാബുമാനെ ക്യാപ്റ്റൻ ആക്കുന്നു. പ്രത്യേകിച്ച് തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആവശ്യം നേരത്തെ ഫുഡ് വേണ്ടവർക്ക് ചോദിക്കാം. ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെന്നുള്ളവർക്ക് നേരത്തെ കൂട്ടി തന്നെ നമ്മൾ 8 പേരല്ലേ ഉള്ളൂ. പഞ്ചസാരയൊക്കെ ആവശ്യമുള്ളവർക്ക് കയറി എടുക്കാം. എന്തെടുത്തു കഴിഞ്ഞാലും പറഞ്ഞാൽ മതി എന്നാണ് അനുമോൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വഴക്ക് കൂടരുത്. അനുമോളായാലും നെവിനായാലും ഇവർ തമ്മിലുള്ള ഫൈറ്റ് ചകടയാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിൽ ഞാൻ പറയുന്നത് ഒന്ന് ഒരുമിച്ച് കഴിഞ്ഞാൽ തീരെന്നുള്ള പ്രശ്നമേ ഈ ഹൗസിനുള്ളൂ. നമ്മൾ അടിയും വഴക്കും ഒക്കെ ഈ സീസണിൽ കുറെ കണ്ടതാണ്. ഇനി ഒന്ന് നോർമൽ ആയിട്ട് വരട്ടെ. ഓക്കെ,
ദെൻ അടുത്ത ഫ്ലോറൽ ബാത്റൂം. അവർ രണ്ടിനും കൂടി ഒരു ടീമാണ് എടുക്കുന്നത്. ഫ്ലോറും ബാത്റൂം കൂടെ ഒറ്റ ടീമാണ്. അനീഷും ഷാനവാസുമാണ്. ഷാനവാസിനെ ക്യാപ്റ്റൻ ആക്കുന്നു. നൂറ കൂടി ജസ്റ്റ് ഫ്ലോറിലേക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെസലിലേക്ക് അക്ബറും നെവിനുമാണ്. പ്രത്യേകിച്ച് അവർക്ക് റൂളുകളും കാര്യങ്ങളൊന്നുമില്ല. ബാത്റൂമിലുള്ളവർക്ക് റൂള് തുണി കഴുകി വെള്ളത്തിൽ ഇട്ടുകൊണ്ടിരിക്കരുത്. അവിടെ അത് എടുത്ത് മാറ്റണം. നേരത്തെ തന്നെ കഴുകാനുണ്ടെങ്കിൽ തുണി വെള്ളത്തിലിടുക, കഴുകി കളയുക, അല്ലാതെ അവിടെ എടുത്ത് മണിക്കൂറുകളോളം എടുത്തിടരുതെന്ന് പറയുന്നുണ്ട്. ഇതാണ് അവിടെ ലൈവിൽ നടക്കുന്ന വിഷയങ്ങൾ. അതിനെ തുടർന്ന് അനുവ് കുറേ നിയമങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ബാത്റൂമിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടുത്തെ ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ ശരിക്കും വീട് ഇപ്പോൾ ശാന്തമായ അവസ്ഥയിലാണ്. അക്ബറും നെവിനൊക്കെ ഒരിടത്ത് പമ്മിക്കൂടി മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലടേ, ആക്റ്റീവ് ആവണം, മിണ്ടണം, സംസാരിക്കണം. ഇപ്പം ഈ നെവിൻ്റെയും അനുമോളുടെ ഇടയ്ക്ക് ഭയങ്കരമായ ഒരു ക്ലാഷ് വന്നു. ഒരു നല്ല ഡിസ്റ്റൻസ് അവരുടെ ഇടയിൽ ഫോം ആയിട്ടുണ്ട്. അതങ്ങ് മാറിയാൽ തന്നെ ഈ പാതി നെവിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കുറഞ്ഞു, നല്ല രീതിക്ക് കുറഞ്ഞു പോയി. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ. നോമിനേഷൻ ഒന്നും ഇതുവരെ അവിടെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷെ നമുക്കറിയാം നോമിനേഷനിൽ എന്താണ് വരാൻ പോകുന്നത്, നമുക്ക് നല്ലപോലെ അറിയാം. അത് വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറയാം. ഓക്കെ, എനിക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞെന്നല്ല, ടിക്കറ്റ് ഫിനാലെ ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റഡ് ആയിരിക്കുമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ലൈവ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം. ഇനി എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുണ്ട്. അത് ഞാൻ വളരെ വേഗത്തിൽ ഞാൻ വന്ന് എത്തിക്കാം. അതിൻ്റെ തയ്യാറെടുപ്പുകളിൽ കുറച്ച് സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതൊന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യട്ടെ. അടുത്ത ലൈവ് അപ്ഡേറ്റ് വിശേഷമായിട്ട് വരുന്നവരേവർക്കും ബൈ.